ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ കേട്ടോ. 2 ടൈപ്സ് ഓഫ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. ട്രാൻസ്പാരൻറ്റ് സ്റ്റിക്കേഴ്സും ക്യൂട്ടായിട്ടുള്ള സാധാ സ്റ്റിക്കേഴ്സും. ഇതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്, അത് കഴിഞ്ഞു. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഫ്ലോപ്പായതൊന്നുമല്ല, ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കാൻ വിചാരിച്ചു. ഒരു ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് തുറന്നപ്പോൾ തന്നെ ഒരു A4 ഷീറ്റ് മടങ്ങി കിടക്കണു. അപ്പോൾ ആ A4 ഷീറ്റ് എടുത്തു, ഇതേപോലെ കുറച്ച് പിക്ചേഴ്സ് വരച്ചു. എന്നിട്ട് കുറച്ച് മിനി പിക്ചേഴ്സ് വരയ്ക്കുക. ഈ ബുക്കിൻ്റെ ആ ഷീറ്റ് തുറന്നപ്പോഴേക്കും, ആ മടങ്ങി കിടന്ന സ്റ്റിക്ക് തുറന്നപ്പോഴേക്കും എനിക്ക് വേറെ കുറച്ച് പിക്ചേഴ്സും കൂടി കിട്ടി. ഇതേപോലെ നമ്മളതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ആദ്യം നമുക്ക് ട്രാൻസ്പാരൻറ്റ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതേപോലെ ഒരു ട്രാൻസ്പാരൻറ്റ് ടേപ്പ് എടുത്തിട്ട് നമ്മൾ അതിൽ ഒട്ടണ ഭാഗം ഉണ്ടല്ലോ, ആ ഒട്ടണ ഭാഗത്ത് നമ്മൾ ഇതേപോലെ വരച്ച ആ പിക്ചർ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിനെ ബ്ലാക്ക് പെന്നുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ബ്ലാക്ക് ഷേപ്പിൽ കിട്ടും. അപ്പോൾ അങ്ങനെ വരയ്ക്കാം. എന്നിട്ട് ഇതേപോലെ ബാക്കിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് പെന്നാണ്. അപ്പോൾ നമ്മൾ അതിങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ തിരിച്ച് ഒട്ടിക്കാം. അപ്പം നമ്മളിത് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മടക്കാം. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഒട്ടിച്ചത്, എങ്ങനെ ഇരിക്കും പിക്ചർ എന്ന് നമുക്കിങ്ങനെ നോക്കിയിട്ട് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ചിലതിൽ ഒക്കെ ഞാൻ പെൻസിലാണ്ടാണ് വരച്ചിരിക്കുന്നത്, പെന്നൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇനി നമ്മളത് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ സെയിം ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ക്ലൗഡാണ് ഞാൻ വരച്ചത്, അപ്പോൾ ക്ലൗഡിൻ്റെ ഷേപ്പിൽ നമുക്ക് ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ എല്ലാതും ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തതിൻ്റെ ശേഷം അപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കണ ഈ അയാളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സ്പ്രേ ഉണ്ടല്ലോ, ആ സ്പ്രേ ആണ്. നമ്മൾ ട്രാൻസ്പാരൻറ്റ് സ്റ്റിക്കേഴ്സിന് മാത്രം അങ്ങനത്തെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ പോരും, അതിൻ്റെ ആ പേപ്പറുള്ള ഭാഗം പോരും. അപ്പോൾ പോരുമ്പോൾ നമുക്ക് ട്രാൻസ്പാരൻറ്റ് സ്റ്റിക്കേഴ്സ് കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ കിട്ടുന്ന സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ആ ബുക്കിൽ തന്നെ ഒട്ടിക്കാൻ പേജൊക്കെ ഉണ്ടോയെന്ന് ഞാൻ നോക്കി കേട്ടോ. പക്ഷേ എനിക്ക് അങ്ങനെ പേജുകളൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ബുക്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒട്ടിച്ചു. ഇതാ കണ്ടോ, ഞാനിങ്ങനെ നോക്കി കുറേ പിക്ചേഴ്സൊക്കെ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു ആ ബുക്കിൽ. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ ഞാൻ അവിടെ ഒട്ടിക്കാൻ വിചാരിച്ചു. പിന്നെ ഞാൻ വേണ്ട വിചാരിച്ചിട്ട് ഫ്രണ്ട് പേജിൽ തന്നെ ഞാൻ ജസ്റ്റ് ഒട്ടിച്ചു. എന്നിട്ട് നമ്മൾ അതേപോലെ ട്രാൻസ്പാരൻറ്റ് സ്റ്റിക്കേഴ്സ് തന്നെ നമ്മൾ അതേപോലെ കുറേ ഉണ്ടാക്കാം. ഇതാ ഇങ്ങനെ ട്രാൻസ്പാരൻറ്റ് സ്റ്റിക്കേഴ്സ് ജസ്റ്റ് പെന്നിൻ്റെ ബാക്കോ അല്ലെങ്കിൽ സിസേഴ്സ് കൊണ്ടോ ജസ്റ്റ് ഇങ്ങനെ ആക്കിയാൽ മതി. എന്നിട്ട് ഇതേപോലെ സ്പ്രേ അടിച്ച് കൊടുക്കുക. കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ആക്കുക, ഒട്ടിക്കുക. അത് മാത്രം ചെയ്താൽ ട്രാൻസ്പാരൻറ്റ് സ്റ്റിക്കേഴ്സ് ഈസി ആയിട്ട് കിട്ടി. ഇതൊക്കെ ഞാൻ അന്ന് വരച്ചതാട്ടോ. അപ്പോൾ ഇതേപോലെ ചുരണ്ടി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ. എന്നിട്ട് ഞാൻ ഇങ്ങനത്തെ കുറേ ഉണ്ടാക്കി ഞാൻ. അപ്പോൾ ട്രാൻസ്പാരൻറ്റ് സ്റ്റിക്കേഴ്സ് ഇതോടെ തീർന്നു. അപ്പോൾ ട്രാൻസ്പാരൻറ്റ് സ്റ്റിക്കേഴ്സ് റെഡിയായി. നമുക്ക് കളേർഡ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ വരച്ച് വെച്ച ആ പിക്സ് ഒന്ന് എടുക്കുക. എന്നിട്ട് ഞാൻ ഇത്രയും പിക്സ് വരച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പകുതി മിസ്സായിട്ടോ, ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ മിസ്സായത്. നമ്മൾ ഇതേപോലെ കളറ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ഞാനിത് ചെയ്യുമ്പോൾ ലാസ്റ്റ് ആകെ കിട്ടിയത് 3 കളേർഡ് സ്റ്റിക്കേഴ്സാണ് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ ഇതേപോലെ കളർ ചെയ്യുക. അപ്പോൾ ഈ ഒരു കളർ വേറെ ആയിരുന്നു. ഇതാണെങ്കിൽ മറ്റേതൊക്കെ ആണെങ്കിൽ കയ്യിൽ പിടിക്കും. അപ്പോൾ ഇതങ്ങനെ കയ്യിൽ പിടിച്ചില്ല. അപ്പം എത്ര ആക്കിയാലും നമ്മുടെ കയ്യിൽ അങ്ങനെ പിടിക്കില്ല. അപ്പോൾ ഞാൻ ഈ സ്കെച്ചാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്ന് ഞാൻ പറയാം. അതിന് മുമ്പ് നമ്മൾ ഇങ്ങനെ കളർ ചെയ്യുകയാണെങ്കിൽ സ്കെച്ച് കൊണ്ട് കളർ ചെയ്യുന്നതിനെക്കാട്ടും ഭേദം നമ്മൾ ഇതേപോലെ പെന്നുകൊണ്ട് ഇങ്ങനെ വരയ്ക്കുന്നതാണ്. ഔട്ട്ലൈനൊക്കെ വരയ്ക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ സ്കെച്ച് കൊണ്ട് വരയ്ക്കുകയാണെങ്കിൽ ആകെ കുളമാവും. അപ്പോൾ ഞാൻ ഇങ്ങനെ വരച്ചു. ഇനി നമ്മൾ റെയിൻബോ വരയ്ക്കാം കേട്ടോ. അപ്പോൾ
അപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്നറിയോ പ്രശ്നം ഉണ്ടെന്ന്, പകുതി കളേഴ്സ് വർക്ക് ചെയ്യുന്നില്ല. അതാണ് വേഗം തീർന്നു ഇതിൻ്റെ. അത് ഞാൻ ഉപയോഗിച്ച് തീർത്ത് തന്നെയാണ് സംഭവം. അതാണ് ഞാൻ പറഞ്ഞ പ്രശ്നമുണ്ട് എന്ന്. അപ്പോൾ ഇതിൻ്റെ കളർ പോയപ്പോൾ നമുക്ക് മേലെ ഒരു ഹൈലൈറ്റർ പോലത്തെ സംഭവമുണ്ട്, ഇതേ സെയിം സ്കെച്ചിൽ. അപ്പം ഞാൻ അതുകൊണ്ട് വരയ്ക്കാൻ വിചാരിച്ചു, പക്ഷെ അതും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഒരു പണി ചെയ്യാൻ വിചാരിച്ചു. ഞാൻ അതിനങ്ങനെ ചുരുട്ടിക്കൂട്ടി എടുത്ത് കളഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഞാൻ ഉപയോഗിക്കുന്ന സെയിം തന്നെ എടുക്കാമെന്ന്. പിന്നെ ഈ ബ്ലൂ തന്നെയാണ് കുഴപ്പം വെച്ചിട്ട് വേറൊരു ട്രോഫീൻ്റെ പിക്ചർ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കണ്ട് യെല്ലോ കൊണ്ട് കളർ ചെയ്യാൻ വിചാരിച്ചു. യെല്ലോ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. യെല്ലോൻ്റെ ബാക്ക് സൈഡ് നോക്കാൻ വിചാരിച്ചു, അതും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സാധാ കളേഴ്സ് തന്നെ എടുക്കാൻ വിചാരിച്ചിട്ട് ഞാൻ ഇത് കളർ ചെയ്യുമ്പോൾ കിട്ടാത്തതുകൊണ്ട് ഞാൻ സാധാ കളേഴ്സ് തന്നെ എടുത്തു. അപ്പോൾ സാധാ കളേഴ്സ് കൊണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് വരുന്നില്ല, കളർ വരുന്നില്ല പറഞ്ഞപ്പോൾ സാധാ കളർ തന്നെ അടിച്ചു ഞാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ റെയിൻബോനെങ്കിലും സാധാ കളേഴ്സ് കൊണ്ട് വരയ്ക്കായിരുന്നു എന്ന്. അപ്പോൾ എൻ്റെ കയ്യിലിങ്ങനെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, പകുതി എൻ്റെ കയ്യിലായിട്ടുണ്ടായിരുന്നത് കളറൊക്കെ. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊക്കെ കയ്യിലാവണുള്ളൂ. എന്താണെന്നറിയില്ല, സാധാരണ ഞാൻ ഇങ്ങനെ കളർ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിൽ എൻ്റെ കയ്യിലാകെ ആവും. ഇനി ഞാൻ അങ്ങനെ കളർ ചെയ്യാത്തതുകൊണ്ടാണോ എന്നറിയില്ല, അധികം കളറൊന്നും ആയില്ല കേട്ടോ കയ്യിൽ. നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഔട്ട്ലൈൻ വരയ്ക്കുക. ഔട്ട്ലൈൻ വരച്ചപ്പോൾ എന്തൊക്കെയൊക്കെയോ ഒരു മിസ്റ്റേക്ക് പോലെ തോന്നി, കാരണം അതിൻ്റെ മേലെ വരച്ചപ്പോൾ എന്തോ ഒരു ഓവറായിട്ട് കളർ വന്നോ തോന്നി. അപ്പോൾ എൻ്റെ കയ്യിലൊക്കെ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് കാണിച്ചതാണ്. എന്നിട്ട് ഔട്ട്ലൈനൊക്കെ വരച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ മറ്റേതൊക്കെ മിസ്സായി, ഇവിടെ ഒന്നും അറിയണ്ടായിരുന്നില്ല. ആകപ്പാടെ രജിസ്റ്ററായപ്പോൾ അതൊക്കെ പോയിന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ 3 വെച്ചിട്ട് ഈ പിസ്സ, പിന്നെ ഒരു ട്രോഫി, പിന്നെ ആ ഹാർട്ടും കൂടി വെച്ചിട്ട് നമുക്ക് വരയ്ക്കാൻ വിചാരിച്ചു. എന്നിട്ട് ഇതേപോലെ കളർ ചെയ്ത് കൊടുത്തിട്ട് ഒരു യെല്ലോ കളറും കൂടി അടിക്കാം. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരു ടേപ്പ് എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഒട്ടിക്കുക കേട്ടോ. നമ്മൾ നേരത്തെ ഒട്ടിച്ച പോലെ തന്നെ തിരിച്ചൊട്ടിക്കുക. അപ്പോൾ നിങ്ങൾ കാണാൻ അതിൻ്റെ സൈഡിൽ, പിസ്സേൻ്റെ സൈഡിൽ നേരത്തെ ഒട്ടിച്ച ആ ഒരു ഇതുണ്ടായിരുന്നു, അതും കൂടി പോകുന്നു കേട്ടോ, നേരത്തെ ഒട്ടിച്ച ട്രാൻസ്പാരൻറ്റ്. എന്നിട്ട് നമ്മളത് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യുക. പക്ഷെ കുറച്ച് ഗ്യാപ്പ് വിടണം, സാധാ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യരുത്, കുറച്ചും കൂടി ഗ്യാപ്പ് ഇട്ടിട്ട് കട്ട് ചെയ്യാൻ പാടും. നമ്മൾ കട്ട് ചെയ്യും, നേരത്തെ ട്രാൻസ്പാരൻറ്റ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ കട്ട് ചെയ്യുക, അതിൻ്റെ അതേ സെയിം ഷേപ്പിൽ കട്ട് ചെയ്യണം. ഇത് നമ്മളൊന്നും കൂടി വിട്ടിട്ട് കട്ട് ചെയ്യണം, എന്നാലാണ് കറക്റ്റാവും. അപ്പോൾ വിട്ടാലാണല്ലോ നമുക്കിത് കിട്ടുക, ഒരു ഇത് കിട്ടുള്ളൂ ടേപ്പിൻ്റെ. അപ്പോൾ നമ്മളിങ്ങനെ വയ്ക്കുക, നമ്മൾ സെയിം സാധനമായിട്ട് ഞാൻ വരച്ചത്, ഞാനതിങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തു. അപ്പോൾ സംഭവം ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ. ഇതേപോലെ ഞാൻ ആ പിസ്സേനെയും ഹാർട്ടിനെയും ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കട്ട് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, നമുക്ക് ഇങ്ങനെ ഒരു ലൈനിൽ വെച്ചിട്ട് ആദ്യം ഒരു ലൈനിൽ ഇങ്ങനെ കട്ട് ചെയ്യുക, എന്നിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി വൃത്തിയിൽ കിട്ടും. അപ്പോൾ ഈ ഹാർട്ട് കട്ട് ചെയ്യാൻ കുറച്ച് ടഫായിരുന്നു. ട്രോഫീൻ്റെ അത്രയ്ക്ക് ഹാർഡൊന്നും ആയിരുന്നില്ല ഹാർട്ട് കട്ട് ചെയ്യാൻ. പക്ഷേ മറ്റേത് പിസ്സ കട്ട് ചെയ്യാൻ ഭയങ്കര ഈസി ആട്ടോ. ജസ്റ്റ് ഒരു ട്രയാങ്കിൾ ഷേപ്പിലല്ലോ, അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഹാർട്ട് ഞാൻ ഷേപ്പിലൊന്നുമല്ല കട്ട് ചെയ്തെടുത്ത്, വെറുതെ അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്തു കേട്ടോ. പിസ്സയൊക്കെ ഞാൻ കറക്റ്റ് ഷേപ്പിൽ നിന്ന് ഒന്ന് വിട്ടിട്ട് കറക്റ്റാണ് എടുത്തത്. ഞാൻ വിചാരിച്ചു വെറുതെ എന്തിനാണ് ആ ട്രാൻസ്പാരൻറ്റ് സ്റ്റിക്കേഴ്സ്, ഞാൻ വൃത്തിയിലുണ്ടാക്കിയതായിരുന്നു, വെറുതെ ഞാനതിനെ അതിൻ്റെ മേലെ കൂടെ കറക്റ്റ് ടേപ്പ് വെച്ചിട്ട് വെറുതെ അതിനെ ഞാൻ കേടി വരുത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കിയപ്പോൾ കറക്റ്റ് നല്ല കൂട്ടായിട്ടുള്ള സംഭവങ്ങൾ കിട്ടിയിട്ടോ. അതും കറക്റ്റ് ഇതേപോലെ ഒന്നും ആയിരുന്നില്ല, ഇതിനും കണ്ട് ഒന്നും കൂടി വൃത്തിയിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ബാക്കിൽ വേറെ പേപ്പർ വെച്ച് ഒട്ടിച്ച് അത് പീൽ ചെയ്തിട്ട് വെക്കാനുള്ള ടൈപ്പിലാണ് ഞാൻ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഒട്ടിച്ച് കൊടുത്തു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റാ.